പരിപ്പ് വട ഉണ്ടാക്കിയാലോ? ഉമ്മ ചോറി പിടിച്ചിരുന്നപ്പോൾ ഓരോന്നൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ തിന്നാൻ തോന്നുക. ഉച്ചയ്ക്ക് ഞാൻ കടലപ്പരിപ്പ് ഇത്തിരി എടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്താൻ വേണ്ടി. ഇത്തിരി ഇട്ടുള്ളൂ, കുതിർന്ന് വന്നപ്പോൾ ഇത് ഇത്തിരി കൂടി പോയോ എന്ന് സംശയം. എല്ലാം കൂടി ഞാൻ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുത്തു കേട്ടോ. പക്ഷെ മാറ്റി വെക്കണം എന്ന് എനിക്കറിയാമെങ്കിലും വലിയ കാര്യമായിട്ട് ചതഞ്ഞ് കിട്ടിയില്ല. എന്നാൽ പിന്നെ എല്ലാം കൂടി വെറുതെ ഒന്നാക്കി എടുക്കാന്ന് വിചാരിച്ചു. ഇടയിൽ പുത്രൻ വന്ന് പറഞ്ഞു കിടന്നു, എരിവ് വേണ്ട, എരിവ് എനിക്ക് പറ്റില്ല. അപ്പോൾ പിന്നെ പച്ചമുളക് ക്യാൻസൽ, ഉണക്കമുളക് ഒരെണ്ണം, ബാക്കിയുള്ള ചുവന്നുള്ളി വേപ്പിലി മാത്രം. എനിക്കാണിങ്ങനെ കഴിക്കാൻ ഇഷ്ടമല്ല കേട്ടോ. പച്ചമുളകില്ലെങ്കിൽ എന്തിനാ കൊള്ളുക? പക്ഷെ പറഞ്ഞാൽ കേട്ടില്ലേ, പിന്നെ അവൻ കഴിച്ചില്ലെങ്കിലോ? അവനും കൂടി വേണ്ടിയാണല്ലോ ഞാൻ ഉണ്ടാക്കണേ. അങ്ങനെ ഞാൻ അവൻ പറഞ്ഞത് കേട്ടുണ്ടാക്കാനാണ് തീരുമാനം. ഇട്ട് കൊടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നേ. അപ്പം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് ഉപ്പും കൂടി വാരി. മുളക് കിട്ടാത്തതുകൊണ്ട് ഞാൻ കുറച്ച് സാഡായിട്ടോ. പിന്നെ ഒരു ഉണക്കമുളക് തന്നല്ലോ, അതെന്നെ സന്തോഷം വെച്ചിട്ട് അത് വെച്ചിട്ട് അങ്ങോട്ട് തിരുമ്മി നീരവന് ബോർഡർ അടിച്ചപ്പോൾ അവനും കൂടെ എൻ്റെ കൂടെ ഒരു കമ്പനിക്ക് അടുക്കളയിൽ വന്നിരുന്നു കേട്ടോ. നമ്മളെന്തുണ്ടാക്കാൻ പോകുന്നേ? അതിൽ വന്ന് നന്നായിന്ന് വിചാരിച്ചു. കാരണം ഫോൺ ഇങ്ങനെ പിടിക്കാൻ ഒരാളായല്ലോ. നല്ല കുലുക്കണ്ടില്ലേ, എങ്കിൽ കുഴപ്പമൊന്നുമില്ല. അവൻ നല്ല രീതിക്ക് പിടിച്ചു തരാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിനിടയിൽ ഞാൻ സൈഡിലായിട്ട് പാലും കൂടെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു പാൽ ചായയും കൂടെ ആയ അടിപൊളിയല്ലേ. സൺഡേ ഒരു ഫണ്ടേ ആക്കിയതാണ് കേട്ടോ. നീരവന് പറ്റണ പോലെ അവൻ ചിരിച്ചു തരുന്നുണ്ട്, കോമാളിത്തരം കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാനൊന്ന് ചിരിയും കളിയൊക്കെ ആയി. അടുക്കളയിൽ ലാസ്റ്റ് അതിൻ്റെ ഇടയിൽ ചട്ടിയൊക്കെ തട്ടിമറിച്ചിടാൻ നോക്കിയപ്പോൾ അയ്യോ നോ എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടോ. ഈ മണക്കണമൊക്കെ കേട്ട് കഴിഞ്ഞാണ്ടല്ലോ, അത് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ആർത്തി മൂത്തിരിക്കാമെന്ന് വിചാരിക്കും. എവിടെ കൊടുത്തു കഴിഞ്ഞൊരു സാധനം കഴിക്കില്ല കേട്ടോ. ഞാൻ ഉണ്ടാക്കണോണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ കഴിക്കും ഞാൻ ഉണ്ടാക്കണത്. അവനെന്തോ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല, അതായിരിക്കും. അവൻ കഴിച്ചൊന്നുമില്ല വലിയ കാര്യത്തിൽ, ബാക്കി വയ്ക്കുക ചെയ്തേട്ടോ. എങ്കിലും നമ്മൾ കമ്പനിയൊക്കെ അടിച്ചിങ്ങനെ ഉണ്ടാക്കാനൊരു രസം. പിന്നെ അതാ പാൽ ചായയൊക്കെ തിളച്ചു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ചായക്ക് ചായയിലൊക്കെ ഇട്ടല്ലോ. അപ്പോൾ നമ്മുടെ പൂവാണ്. അപ്പോൾ ഒന്ന് പ്രോത്സാഹിപ്പിച്ച് വിട്ടതാണ്. ഇങ്ങനെ ചാടാറില്ല അവൻ. അപ്പോൾ ഇപ്പം ചാടാൻ പഠിച്ചു തോന്നുന്നു. അതേപോലെയുള്ള വിക്രസാണല്ലോ കയ്യിൽ. അങ്ങനെ നമ്മുടെ ചായ പരിപാടി, പരിപ്പ് വട പരിപാടി കഴിഞ്ഞു. എങ്ങനെയുണ്ട് നോക്ക്.